ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഒരു സംശയം വേണ്ട എം സുരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയോടുള്ള ഒരു എതിർപ്പല്ല. ഇത് കേരളത്തിൽ മൊത്തത്തിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരവുമല്ല. 9 വർഷം ഭരിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുക സ്വാഭാവികമാണ്. കാരണം ഒരു ഗവൺമെന്റ് പുറത്തു കൊണ്ടുവരുന്ന നിരവധി നിയമങ്ങളുണ്ട്, നിരവധി നയങ്ങളുണ്ട്. അത് ഒരു സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും ഒരുപോലെ സ്വീകാര്യമാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഭരണവിരുദ്ധ വികാരത്തിലേക്ക് എത്തപ്പെടും. കാരണം 9.5 കൊല്ലം ഭരിച്ചു കഴിയുമ്പോൾ എന്നുള്ളത് നിലമ്പൂര് പ്രതിഫലിച്ചതൊരു സംശയം വേണ്ട. അൻവർ തുറന്നു വെച്ച പിണറായിസം എന്ന് പറയുന്ന ആ ഒരു കോട്ടുണ്ടല്ലോ, അതിൻ്റെ മാത്രം ഒരു ജനവിധിയായി കാണേണ്ടി വരും. കാരണം നിലമ്പൂരിൽ പിണറായി വിജയൻ വന്ന് 3 ദിവസം 4 ദിവസം തമ്പടിച്ച് ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുന്നു. പിണറായി വിജയൻ്റെ ഒരു പൊതുവായ സ്വഭാവമുണ്ട്, ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾ ചെയ്യും, ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കുമറിയില്ല. എന്ത് ചോദിച്ചാലും ഒരലംഭാവത്തോടെയുള്ള, കാര്യത്തിൻ്റെ ഗൗരവം കുറയ്ക്കുന്ന രീതിയിലുള്ള ഒരു ചിരി പാസാക്കി പറയാനുള്ളത് പറയേണ്ട സമയത്ത് പറയും എന്നുള്ള ഒരു ലാഘവ ബുദ്ധിയോടെ പറയേണ്ടത് മാത്രം പറഞ്ഞ് അദ്ദേഹത്തിന് തോന്നുമ്പോൾ എഴുന്നേറ്റ് പോകുന്ന ഒരു രീതിയാണ്. ഇത് കേരളത്തിൻ്റെ സാമാന്യ ജനവിഭാഗം എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. ആദ്യ ടേമിൽ നിരവധി പ്രാവശ്യം ദുരന്തമുഖത്ത് കേരളം നിന്നപ്പോൾ കേരളത്തിൻ്റെ അമരക്കാരനായി നിന്ന് പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ നിരവധി തവണ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ഒരു വലിയ കാരണവരുടെ രൂപമുണ്ടായിരുന്ന പിണറായി 2ാം ടേമിൽ വലിയ രീതിയിൽ ഒതുങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. മകളുടെയും മരുമോൻ്റെയും ഒക്കെ ഒരു വലിയ അച്ചുതണ്ടിൽ ചുറ്റിക്കെട്ടി പിണറായി എന്ന് പറയുന്ന വൻമരം ഇങ്ങനെ നിൽക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രതിച്ഛായ മങ്ങലിനു കൂടി ഇടയാകുന്നു. സുരാജ് എന്ന് പറയുന്ന കറകളഞ്ഞ നിലപാടിൻ്റെ രാജകുമാരൻ നിലമ്പൂരിൽ പ്രചരണം നടത്തി നിലമ്പൂരിലെ ജനങ്ങളോട് പറയേണ്ടതെല്ലാം പറഞ്ഞ് സംവദിക്കേണ്ടതെല്ലാം ചെയ്ത് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും വലിയ ഭൂരിപക്ഷത്തിൽ ജന്മനാട്ടിൽ പോലും പിറകിൽ പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം പിണറായിസത്തോടുള്ള വലിയ വികാരം തന്നെ, ഒരു സംശയം വേണ്ട. ഇനിയുള്ള 6 മാസക്കാലമെങ്കിലും പിണറായി വിജയൻ തിരുത്താൻ തയ്യാറാവണം. CPM ഹാൻഡിലുകൾ പറയണം, ഈ നാട്ടിൽ ഞങ്ങൾക്കെതിരെ ഒരു ചലനമുണ്ടെങ്കിൽ അത് നേരിൽ കണ്ട് പഠിച്ചു മനസ്സിലാക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്, പ്രതിബദ്ധരാണ്, ഞങ്ങൾ അത് ചെയ്യുമെന്ന് പറഞ്ഞ് ഇനിയെങ്കിലും അതിന് മുതിരുന്ന CPM നേതാക്കളുണ്ടെങ്കിൽ പിണറായി വിജയനെ ഒന്ന് മെരുക്കാൻ, പിണറായി വിജയനിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ കഴിയാത്ത ഒരു രീതിയിലേക്ക് ആരെങ്കിലുമൊക്കെ മുൻകൈയെടുത്താൽ മാത്രമേ 3ാം വട്ടം എന്ന് ഉറപ്പിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഹാൻഡിലുകൾക്ക് കേരളത്തിൻ്റെ ഭരണസാരഥ്യത്തിലേക്ക് എത്താൻ കഴിയൂ എന്ന് യാതൊരു സംശയവും വേണ്ട.